നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള തീരം വഴിയുള്ള മനുഷ്യക്കടത്ത് ഗണ്യമായി കുറഞ്ഞതായി തീരസംരക്ഷണ സേന. നേവിയും കോസ്റ്റ് ഗാർഡും നിരീക്ഷണം ശക്തമാക്കിയതും യാത്രയിലെ അപായഭീതിയുമാണ് മനുഷ്യക്കടത്ത് കുറയാൻ കാരണമെന്ന് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ പറയുന്നു. ബോട്ടുകൾക്ക് പരിശോധന നിർബന്ധമാക്കിയതും കടത്തുകാർക്ക് തിരിച്ചടിയായി. തിരുവനന്തപുരം, മുനമ്പം, ബേപ്പൂർ, മംഗലാപുരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് വ്യാപകമായി മനുഷ്യക്കടത്ത് നടന്നിരുന്നത്. പഴയ മത്സ്യബന്ധന ബോട്ടുകൾ വാങ്ങി ഇതിനുപയോഗിച്ചിരുന്നു. 2019 ജനുവരി 12 മുനമ്പം മാല്യങ്കര ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്ത്രീകളും കുട്ടികളുമടക്കം 87 പേർ ബോട്ടിൽ വിദേശത്തേക്ക് കടന്ന സംഭവത്തിൽ യാതൊരു വിവരവുമില്ല. ഇവർ യാത്രയ്ക്കിടെ കടലിൽ വെച്ച് അപായപ്പെട്ടിരിക്കാമെന്നാണ് രാജ്യാന്തര ഏജൻസികൾ കേന്ദ്ര ആൻറ്റി ട്രാഫിക് സെല്ലിനെ അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ ബന്ധുക്കളെയും അടുപ്പക്കാരെയും കേന്ദ്രീകരിച്ച് ഇത്രയും കാലം നടത്തിയ അന്വേഷണത്തിൽ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും രാജ്യത്ത് ചെന്നെത്തുന്നവർ സാധാരണഗതിയിൽ എപ്പോഴെങ്കിലും നാട്ടിലുള്ളവരുമായി ബന്ധപ്പെടാതിരിക്കില്ല. വിവരം പല രാജ്യാന്തര ഏജൻസികളെയും അറിയിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ റിപ്പോർട്ടുകളും നെഗറ്റീവാണ്. കാണാതായവർ ചെന്നെത്താൻ സാധ്യതയുള്ള ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിനും പുറമെ മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലും തെരച്ചിൽ നടത്തിയിരുന്നു. ഇവരുടെ ബന്ധുക്കളിൽ ചിലർക്ക് അൾജീരിയയിൽ നിന്ന് വന്ന ഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും അന്വേഷണമുണ്ടായി. എന്നാൽ അതിനൊന്നും ഫലമുണ്ടായില്ല. അതോടെ അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും കേസ് ക്ലോസ് ചെയ്തിട്ടില്ല. ഭാവിയിൽ എന്തെങ്കിലും തുമ്പ് ലഭിച്ചാൽ തുടരന്വേഷണം നടത്തും. ഇന്ത്യയിലെയും വിദേശത്തെയും രഹസ്യാന്വേഷണ ഏജൻസികൾ വഴി വിവരങ്ങൾ തേടിയിട്ടും സംഘം എവിടേക്ക് പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ കണ്ടെത്താനായില്ല. മുനമ്പം തീരത്ത് നിന്ന് ഭക്ഷണ പാക്കറ്റുകൾ നിറച്ച 19 ബാഗുകളും കൊടുങ്ങല്ലൂരിൽ നിന്ന് 54 ബാഗുകളും കണ്ടെടുത്തതോടെയാണ് മനുഷ്യക്കടത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ബോട്ട് മാർഗം കുറഞ്ഞ നിരക്കിൽ ന്യൂസിലൻഡിനും ഓസ്ട്രേലിയയിലും എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഡൽഹി അംബേദ്കർ കോളനി നിവാസികൾ, തമിഴ് വംശജർ, ശ്രീലങ്കൻ പൗരന്മാർ, ഇതര സംസ്ഥാനക്കാർ തുടങ്ങിയവർ മുനമ്പത്ത് നിന്ന് ബോട്ടിൽ കടത്തുകയായിരുന്നു. കടത്തൽ സംഘം ഓരോ ആളിൽ നിന്നും 3 ലക്ഷം രൂപ വീതം ഈടാക്കിയതായിട്ടാണ് പോലീസ് റിപ്പോർട്ട്. 66 നോട്ടിക്കൽ മൈൽ നിരീക്ഷിക്കാൻ കഴിയുന്ന അത്യാധുനിക ദൂരദർശിനികളാണ് നേവിയും കോസ്റ്റ് ഗാർഡും ഉപയോഗിക്കുന്നത്. അവരുടെ കണ്ണു വെട്ടിച്ച് കടക്കുക എളുപ്പമല്ലെന്നാണ് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ പറയുന്നത്.